ഹ്യൂമൻ മെമ്മറിയിൽ വരുന്ന ഒന്നാണ് സെൻസറി മെമ്മറി. ഈ സെൻസറി മെമ്മറി 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഐക്കോണിക് മെമ്മറി, അതായത് നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മയാണ് ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. ഈ സെൻസറി മെമ്മറി എന്ന് പറയുന്നത് വളരെ ഫ്യൂ സെക്കൻഡ്സിലേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഈ ഐക്കോണിക് മെമ്മറിക്ക് ഉദാഹരണം എന്ന് പറയുമ്പോൾ നമ്മളൊരു വെളിച്ചമുള്ള മുറിയിലിരിക്കുകയും പെട്ടെന്ന് കറണ്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥയിൽ ആ മുറിയിലെ എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും കുറച്ച് സെക്കൻഡ്സിലേക്ക്. അതിനെയാണ് ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. ഇനി എക്കോയിക് മെമ്മറി എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം ഫ്യൂ സെക്കൻഡ്സിലേക്ക് ചില നമ്പറുകൾ നമ്മളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്പർ പറയുന്നു, നമ്മളത് കേട്ട് എഴുതുന്നു എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡ്സ് ഓഫ് ടൈം ഉണ്ടല്ലോ, അതിനാണ് എക്കോയിക് മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ കേട്ടുകൊണ്ട് അപ്പോൾ തന്നെ നടക്കുന്ന ആ ഒരു മൊമെൻറ്റിലെ മെമ്മറി. ഹാപ്റ്റിക് മെമ്മറി എന്ന് പറയുമ്പോൾ ടച്ചാണ് അവിടെ വരുന്നത്. അതായത് നമ്മളിപ്പോൾ തീയിൽ കൊണ്ട് കൈ വയ്ക്കുമ്പോൾ പെട്ടെന്ന് കൈ വലിക്കുമ്പോൾ ആ ചൂട് നിലനിൽക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്, ഫ്യൂ സെക്കൻഡ്സിലേക്ക്. അതിനാണ് ഹാപ്റ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഓൾഫാക്ടറി മെമ്മറി എന്ന് പറയുമ്പം സ്മെല്ല്. നമ്മളിപ്പം ഏതെങ്കിലും പെർഫ്യൂം നമുക്ക് മണക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അമ്മ ഉപയോഗിക്കുന്ന പെർഫ്യൂമോ നമ്മുടെ സഹോദരൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെയൊക്കെ മണം ഒരു ഫ്യൂ സെക്കൻഡ്സിലേക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുന്നതിനാണ് ഓൾഫാക്ടറി മെമ്മറി എന്ന് പറയുന്നത്. ഇനി ഗസ്റ്റേറ്ററി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ ടേസ്റ്റ്, ഇപ്പോൾ ചോക്ലേറ്റ് ഓർമ്മിക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അതിനാണ് ഗസ്റ്റേറ്ററി മെമ്മറി എന്ന് പറയുന്നത്.